ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. വോട്ട് വേണ്ടി ഞാൻ ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാളികാവ് പഞ്ചായത്തിലെ 22ാം വാർഡ് പൂങ്ങോട് സ്ഥാനാർത്ഥി സവാദൊക്കെയാണ്. നമുക്ക് സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ സ്വാഗതം. ഓത്തുപള്ളി ബഷീർ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. നിങ്ങളുടെ ചാനലുകളും മറ്റും ഞാൻ കാണലുണ്ട്. ജനാധിപത്യത്തിന് വലിയൊരു പ്രോത്സാഹനമാണ് നിങ്ങളുടെ ചാനൽ. എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനവും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ്, ഒരു മത്സര രംഗത്ത് ആദ്യമായിട്ടാണ്. പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് പാർട്ടിയുടെയും ജനങ്ങളുടെ ഒരു താല്പര്യം ഞാൻ വളരെ ഉത്തരവാദിത്തപൂർവ്വം ഏറ്റെടുത്തു. പഠനകാലത്തൊക്കെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഞാൻ ഈ പൂങ്ങോട് വാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ പൂങ്ങോട്, ചേരിപ്പലം, പുളിയങ്കല്ല് വാർഡിൽ ഉൾപ്പെടുന്ന 12ാം വാർഡിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നിലയിലാണ് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. സാധാരണക്കാരൻ്റെ ഇടയിൽ സാധാരണ എല്ലാ രംഗത്തും ഉൾപ്പെട്ട് പൊതുജീവിത പ്രവർത്തനം അത് തുടരുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ്. വളരെ ചെറുപ്പം മുതലേ കോൺഗ്രസിലാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒരു വാർഡ് മെമ്പർ അല്ലാഞ്ഞിട്ട് പോലും വളരെ ഒരു സെറ്റപ്പില് ഇന്നൊരു വാർഡ് മെമ്പർക്ക് വേണം. അതുപോലെ SIR ഫോം പൂരിപ്പിച്ചാലും മറ്റൊക്കെ പ്രിന്റർ ആയാലും ലാപ്ടോപ്പ് ആയാലും അതൊക്കെ ഇപ്പോഴേ സജ്ജീകരിച്ച് എല്ലാത്തിനും റെഡിയായ ഒരു ആത്മവിശ്വാസത്തിലാണ്. ഈ സജ്ജീകരണങ്ങളൊന്നും ഇപ്പൊ സജ്ജീകരിച്ചതല്ല. ഞാൻ ഒരു ഇതിന്റെ ഇടക്കാലത്ത് ഞാനൊരു പ്രവാസിയായിരുന്നു. 2008 എന്റെ പ്രവാസം അവസാനിക്കുമ്പോ പിന്നെ ഈ പൊതുജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണം, ഇപ്പോൾ ഒരു പെൻഷൻ അപേക്ഷ കൊടുക്കുക, ഒരു തിരിച്ചൽ കാർഡിന് അപേക്ഷ കൊടുക്കുക, അവർക്ക് ഒരു വീടിന് അപേക്ഷ നൽകുക, അവർക്ക് സബ്സിഡിക്ക് അപേക്ഷ നൽകുക, അവർക്ക് PMAY അപേക്ഷ നൽകുക. ഇത്തരം സംവിധാനങ്ങളൊക്കെ പരമാവധി മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം ചെയ്ത് നൽകാൻ വേണ്ടി ഞാൻ സ്വന്തം ഏർപ്പെടുത്തിയവരാണ്. ഇവിടെ പൂങ്ങോട് വാർഡിനെ മാത്രമല്ല, ഈ പ്രദേശത്തിലെ നേരത്തെ പറഞ്ഞ പൂങ്ങോട് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ചുറ്റുവട്ടത്തുള്ള എല്ലാ വാർഡിലെയും ആളുകൾ രാഷ്ട്രീയം നോക്കാണ്ട്, ജാതി മതം നോക്കാതെ ഇവിടെ എൻ്റെ അടുത്ത് ഒരാവശ്യത്തിന് വരുന്നത്, എനിക്ക് എന്തിനാണോ വന്നത് ആ ആവശ്യം നേടിക്കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു പുഞ്ചിരി, ആ ഒരു സ്നേഹം, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്, സന്തോഷമാണ്, സംതൃപ്തിയാണ്. അതാണ് എൻ്റെ പൊതുജീവിതത്തിൽ എൻ്റെ ആകെയുള്ള കൈവർക്ക് വേണ്ടി ഇന്ന് വില്ലേജിലേക്ക് വേണ്ട ഫോം, പഞ്ചായത്തിലേക്ക് വേണ്ട ഫോം, മറ്റ് എവിടെയൊക്കെ വേണ്ട ഫോമുകൾ എല്ലാം വളരെ കാലങ്ങളായിട്ട് ഇവിടെ സജ്ജമാണ്. അപ്പൊ അത് ടെക്നോളജി മാറി, പേപ്പർ മാറി ഓൺലൈനുകളായി. അപ്പൊ ആ ഓൺലൈനിലേക്ക് നമ്മളും കാലഘട്ടത്തിനൊപ്പം മാറിയതാണ് ഈ സജ്ജീകരണം. മിനി അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു വോട്ടാക്കി മാറ്റാൻ പറ്റുന്നൊരു പ്രതീക്ഷ. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്നത് വിവേകമുള്ളവരാണ്, നന്ദിയുള്ളവരാണ്, കടപ്പാടുള്ളവരാണ്, തിരിച്ചറിവുള്ളവരാണ്. അത് സ്നേഹമായി വോട്ടിലൂടെ തിരിച്ചു നൽകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ആ ഉത്ബുദ്ധത നാടിന്റെ വികസനത്തിന് വേണ്ടി അവര് വോട്ടായി ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കും. ഒരു പ്രതിനിധി അല്ല ആവശ്യം, നാടിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന, നാടിന്റെ ഭാവികൾ സുരക്ഷിതമാക്കാൻ കഴിയുന്ന, വികസന കുതിപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മെമ്പറെയാണ് അവർ തെരഞ്ഞെടുക്കുക. നമ്മുടെ നാടിന്റെ ഒരു ജനാധിപത്യ സൗന്ദര്യം എന്ന് പറയുന്നത് അവര് കൃത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട് അവർക്ക് വേണ്ടതിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ബോധ്യം അവർക്കുണ്ട്. നാളെ ഒരിക്കലും മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഈ പണത്തിനോ പാരിതോഷികത്തിനോ ഭീഷണിക്കോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വഴങ്ങുന്ന പോലെ നമ്മളെ കേരളത്തിലെ ഈ പ്രദേശത്തെ വോട്ടർമാർ അതിന് തയ്യാറാവില്ല. അവർ കൃത്യമായി ജനാധിപത്യ ബോധ്യവും അതുപോലെ നാടിന് നാളെ ഉപകാരപ്പെടുന്നതും അവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള രാഷ്ട്രീയ ബോധ്യം ഉള്ള ജനങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഓരോ ജനാധിപത്യത്തിന്റെ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. കാളികാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സീറ്റാണ്. അപ്പൊ ഇതിനൊരു തുടർച്ച. അപ്പൊ എതിർ സ്ഥാനാർത്ഥിയും വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നിങ്ങൾ സുഹൃത്താണെന്ന് വിചാരിക്കുന്നു. എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവിടുത്തെ ഏത് രാഷ്ട്രീയക്കാരനും എന്റെ കൂടെ അടുപ്പ് നിൽക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടല്ലേ? പൂങ്ങോടില്ല, ആകെ 3 സ്ഥാനാർത്ഥികളുള്ളൂ ചിത്രത്തിൽ. ആകെ 3 പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും അല്ല, 2 പേരും സുഹൃത്തുക്കളാണ്, പരിചിതരാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് അങ്ങനെ തന്നെ കാണുന്നു. എല്ലാവരും വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. അവർ നെഞ്ചിലേറ്റിയതുപോലെ, അവർക്ക് ചേർത്ത് പിടിച്ചതുപോലെ അവരുടെ സ്ഥാനാർത്ഥിയായി
ഉണ്ടാകുന്ന ഒരു സമീപനവും സ്നേഹവും സാന്നിധ്യവുമാണ് എന്നിൽ പിന്നെ ബോധ്യമായിട്ടുള്ളത്. രാഷ്ട്രീയ സൗഹൃദ മത്സരമായിരിക്കും അപ്പൊ നിങ്ങളെ വാർഡിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അവര് മെമ്പറെ തെരഞ്ഞെടുക്കുന്നത് അത് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തി പ്രാധാന്യങ്ങൾക്ക് ഗുണമുണ്ട്. അത് ആ വ്യക്തി പ്രാധാന്യവും അതുപോലെ തന്നെ തൊട്ടടുത്ത കാലങ്ങളിൽ നടത്തിയ ഉദാഹരണം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ്, അതുകൊണ്ട് നമ്മുടെ വാർഡിനുണ്ടായ നേട്ടം എന്ത്, തൊട്ടപ്പുറത്തെ വാർഡുകളിൽ നിന്നുണ്ടായ നേട്ടങ്ങൾ എന്ത്, ഇത് കമ്പയർ ചെയ്യാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട്. ഇതെന്തായാലും ഈ പഞ്ചായത്ത് മെമ്പറെ തെരഞ്ഞെടുക്കുന്നത് അവരുടെ സുഖ ദുഃഖങ്ങളിലും പിന്നെ അവരുടെ സന്തോഷങ്ങളിലും നാടിന്റെ വികസനങ്ങളിലും പങ്കാളിയാകുന്ന ഒരു പ്രതിനിധിയാണ് അവർ ആവശ്യം. നേരത്തെ സൂചിപ്പിച്ച ചോദ്യത്തിന് ഒന്നുകൂടി വിശദമായി പറയുകയാണെങ്കിൽ കാളികാവ് പഞ്ചായത്തില് ഏകദേശം പശ്ചാത്തല മേഖലയിൽ 5 കോടി രൂപയുടെ റിക്കാർഡിക്കലാണ്, വെറുതെ ഇതല്ല. ഏതാണോ 1 മുതൽ പിന്നെ ഈ 5 കോടി വരെ റിക്കാർഡിക്കലായിട്ട് തെളിയിക്കാൻ കഴിയുന്ന 56 റോഡുകളുടെ നവീകരണം കഴിഞ്ഞു. 56 റോഡുകളുടെ നവീകരണം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാൻ വ്യക്തിഗത ആനുകൂല്യങ്ങളും കാർഷിക മേഖലയിലും പിന്നെ വയോജനരുടെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ സ്കൂള് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്കൂളും ഇന്നത്തെ സ്കൂളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ മാറ്റം വളരെ വലുതാണ്. അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവും. പൂങ്ങോടിന്റെ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ 4/1 പോലും നടത്താൻ മറ്റു വാർഡുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. നിങ്ങൾ ചെറുപ്പകാലത്തെ രാഷ്ട്രീയത്തിലും നല്ല കാഴ്ചപ്പാടും ഈ ആധുനിക സംവിധാനങ്ങളോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റോഡ് തോട് എന്നുള്ള അടിസ്ഥാന സൗകര്യത്തിന് പുറമെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുള്ള വികസനം പൂങ്കോടിന് കൊണ്ടുവരാൻ മിസ്റ്റർ ബഷീറിന് ഞാനൊരു അഭിനന്ദനം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം സാധാരണ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കറക്റ്റുമായ ഒരു ചോദ്യമാണ് ബഷീർ ഇവിടെ ഉന്നയിച്ചത്. കാര്യം ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പ്രാദേശികമായി നടക്കുന്ന തക്കാളി തൈയും മുളകിൻ തൈയും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ റോഡ് തോടുകളും വേസ്റ്റ് ബക്കറ്റുകളും പിന്നെ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുതിയ തലമുറയെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരാണ് ഈ നാടിനെ നയിക്കേണ്ടത്. എല്ലാവരും പറയുന്നത് എന്താ പറയുക, നാളെ ഈ നാടിനെ നയിക്കേണ്ടവരെന്നല്ല. ഞാൻ അവിടെ ഒരു ചെറിയ തിരുത്ത് വരുത്തുകയാണ്. നാളെ അല്ല, ഇന്ന് ഈ നാടിനെ നയിക്കേണ്ടവര് ഇന്നത്തെ ചെറുപ്പക്കാരാണ്. അവർ ഒരുപാട് കാഴ്ചപ്പാടുള്ളവരാണ്. പക്ഷെ ആ കാഴ്ചപ്പാടുകളെ ഈ വൈറ്റ് ആൻഡ് വൈറ്റും അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു വിഭാഗത്തിന്റെ കീഴിലാണ് നാടിന്റെ നവോധകര് എന്ന ചിന്ത മാറ്റി അവരോട് മുന്നിലോട്ട് കൊണ്ടുവരാനുള്ളതും അവരിൽ നിന്ന് ഈ ഒരു പ്രദേശം സൃഷ്ടിക്കാനുമാണ് എന്റെ സ്വപ്നം. കൃത്യമായ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഒന്ന്, സ്ത്രീകളെ ഇവരുടെ കൂട്ടായ്മ പര്യാപ്തരാകുന്ന ഒരു പ്ലാൻ എൻ്റെ ഉണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ പ്ലാൻ ഉണ്ട്. പഞ്ചായത്ത് മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതല്ല, സഹകാരികളെ ഉപയോഗപ്പെടുത്തി നാടിന് ഇതിനൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് കൂട്ടായ്മകൾ വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ, ഒരു മുന്നേറ്റം നടത്താൻ നാളെ കാളികാവ് പഞ്ചായത്തിന് ഒരു മാതൃകയായി, പിന്നെ ജില്ലയ്ക്കൊരു മാതൃകയായി, സംസ്ഥാനത്തിനൊരു മാതൃകയാകുന്ന, ഇപ്പൊ കാണുമ്പോൾ ചിലർക്ക് തമാശയായി തോന്നും, പക്ഷെ കേരളം മൊത്തം ചേർക്കപ്പെടുന്ന വള്ളിക്കൽകുന്ന് പഞ്ചായത്ത്, മറ്റു ഒരുപാട് ജില്ലകൾ അല്ലേ, അങ്ങനെ ഇഷ്ടംപോലെ മേഖലകളുണ്ട്. ആ മേഖലകൾക്കൊക്കെ തന്നെ നാളെ പൂങ്ങോട് വാർഡ് ഒരു മാതൃകയാകുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളാണ്, അംബീഷനാണ് ഇതിലുള്ളത്. അത് പ്രായോഗികമാകാൻ എൻ്റെ കൂടെ യുവാക്കളുണ്ടാവും, യുവതികളുണ്ടാവും, സ്ത്രീജനങ്ങളുണ്ടാവും. പിന്നെ ഈ രാജ്യത്തിന്റെ വികസന, ഈ പ്രദേശത്തിന്റെ വികസന സ്വപ്നം കാണുന്നവരുടെ കൂട്ടായ്മ മൊത്തം എൻ്റെ പ്രതീക്ഷ. അപ്പൊ ഫീൽഡ് വർക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ വളരെ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും ഫീൽഡ് വർക്ക് കഴിഞ്ഞപ്പോൾ എന്നോ എക്കാലത്തും പൂങ്ങോട് കോൺഗ്രസിന്റെയും UDF-ന്റെയും അതിലേറെയൊക്കെ ഉപരി വികസനങ്ങളുടെ തുടർച്ചക്ക് ആക്കം കൂട്ടണം, അത് തുടരണം. അത് അനുഭവിച്ചറിഞ്ഞവര് തൊട്ടപ്പുറത്തെ പൂങ്ങോട് വാർഡിലെ വോട്ടർമാര് കാണുകയാണ്. ഞങ്ങളെ വാർഡിൽ വന്ന നേട്ടങ്ങൾ തൊട്ടപ്പുറത്ത് വന്ന വാർഡിലെ കോട്ടങ്ങളും തിരിച്ചറിയുകയാണ്. അവരുടെ വിനോദ മേഖലയിൽ ഒരു കൃത്യമായ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. ആ പ്ലാനാണ് നമ്മൾ ഒരുപക്ഷെ ഇവിടെ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോ ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വോട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കൾക്കും തന്നെ ഇതൊരു ജനാധിപത്യ പ്രോത്സാഹനമാണ്. ഇന്ന് രാഷ്ട്രീയവാദം ഒരു ചെറുപ്പക്കാരനില്ല, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. താങ്കളെ പോലുള്ള പുതിയ സോഷ്യൽ മീഡിയ മാർഗങ്ങൾ ജനാധിപത്യ രീതിയിലേക്ക് ആളുകളെ, പുതിയ തലമുറയെ ആകർഷിക്കാനും അതിലൂടെ ഈ ജനാധിപത്യം, രാഷ്ട്രീയവാദം ഇല്ലാതാക്കാനും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവാനും താങ്കൾ പോലെയുള്ള ഇതുപോലെ ചാനലുകൾ വളരെ പ്രയോജനപ്പെടും. എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും.